ഹായ് എവ്രിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്പ്രിംഗ് സീസൺ സ്റ്റാർട്ട് ചെയ്തു. ഇന്നത്തെ ടെമ്പറേച്ചർ 10°C. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 ക്യാമ്പിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ബൈക്കിൽ കാണാം സാധനങ്ങളെല്ലാം ഒരു വിധത്തിൽ ബൈക്കിലെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഇതൊക്കെ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്യാമ്പിംഗ് ചെയറാണ് കേട്ടോ, എല്ലാം സെറ്റാക്കി. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 1 hour കഴിയുമ്പോഴത്തേനും നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തും. അപ്പോൾ നമ്മൾ രണ്ടിടത്തായിട്ട് ക്യാമ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു 2 nights ഒരു ലൊക്കേഷൻ, പിന്നെ റെസ്റ്റ് ഓഫ് ദ ഡേയ്സ് ഒരു 4 nights നമ്മളൊരു വേറെ ഒരു ഡെസ്റ്റിനേഷനിലാണ് ക്യാമ്പ് ചെയ്യുന്നത്. അപ്പം ഈ വ്ലോഗിൽ നമ്മൾ 10 ക്യാമ്പിങ്ങിൻ്റെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. So let's welcome everyone to yet another vlog of Savvy Soul Unleashed. ഞങ്ങള് ഡെക്കാത്ലോണിലോട്ട് പോവാം. നമുക്ക് ക്യാമ്പിങ്ങിന് പറ്റിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. മെയിനായിട്ട് നമുക്ക് ടെന്റ് നോക്കണം. ആക്ച്വലി ഇതാ നമ്മൾ നോക്കിയ ടെന്റ് കണ്ടില്ലേ, ഇത് ഇൻഫ്ലേറ്റബിളാ. അതാന്ന് തോന്നുന്നു ഇതും മറ്റേതും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഇൻഫ്ലേറ്റബിളാ. ഇത് കണ്ടില്ല, നമുക്കിങ്ങനെ ടേബിളും മറ്റു കാര്യമൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ അകത്ത് കണ്ടോ ഒരു സ്ലീപ്പിംഗ് ക്യാബിൻ ഉണ്ട്. സെപ്പറേറ്റ് നമുക്ക് മാട്രസും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്യാം. പിന്നെ ഇവിടെ നമുക്ക് മറ്റ് ടേബിളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇവിടെ അസംബിൾ ചെയ്ത് വയ്ക്കാം. ഇത് മറ്റേ നമ്മൾ റോഡ് വെച്ച് അസംബിൾ ചെയ്യുന്നത്. ഇത് ഇൻഫ്ലേറ്റബിൾ അല്ല, പക്ഷേ ഇതിൻ്റെ സ്പേസ് ഒക്കെ കണ്ടില്ലേ, മറ്റേ പോലെ തന്നെ സിമിലറാണ്. നമുക്ക് ചെയർ ടേബിളൊക്കെ വയ്ക്കാം. അവിടെ നമുക്ക് സ്ലീപ്പിംഗ് ക്യാബിൻ ഉണ്ട് ഉള്ളിൽ. അപ്പോൾ ഡിഫറൻസ് വരുന്നത് ഈ ഒരു ഫ്രെയിം കണ്ടോ, ഇതാണ് നമ്മളിവിടെ അസംബിൾ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ തൊടുമ്പം കണ്ടില്ലേ, ഇത് അത്ര സ്റ്റേബിൾ അല്ലെന്ന് തോന്നുന്നു വിചാരിച്ച പോലെ. പക്ഷെ നമ്മൾ ഇൻഫ്ലേറ്റബിൾ നോക്കുമ്പോഴത്തേന് ഇതുണ്ടോ, ഇൻഫ്ലേറ്റബിൾ നല്ല കുറച്ചുകൂടെ ഫേമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതൊരു സപ്പോർട്ടേ കുറച്ചുകൂടെ ഫേമായിട്ട് തോന്നുന്നുണ്ട്. കൺഫ്യൂഷനായി, ഇത് വേണോ ഇത് വേണോ. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്ന ടെൻറ്റ് ഇതാ. നമ്മൾ നേരത്തെ കണ്ടതിൽ ഇൻഫ്ലേറ്റബിളാണ് നമ്മൾ ചൂസ് ചെയ്തത്. കാര്യം നമ്മൾ ഇവിടെയുള്ള എംപ്ലോയീസിനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഏറ്റവും സ്റ്റേബിളായിട്ടുള്ളത് ഇൻഫ്ലേറ്റബിൾ ആണെന്ന്. അപ്പോൾ നമ്മൾ അതാണ് എടുക്കുന്നത് കേട്ടോ. അതുകൂടാതെ തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങളൂടെ നമ്മുടെ ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ടെൻറ്റ് പമ്പ് ചെയ്യാനുള്ള എയർ പമ്പ്. പിന്നെ അത്യാവശ്യം നമുക്കിത് ഗ്രൗണ്ടിൽ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആക്സസറീസ്, ഹാമർ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് ഗ്രൗണ്ടിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള ഒരു സാധനം. ഇത്രയും സാധനം നമ്മളിപ്പോൾ എടുത്ത് ബാസ്ക്കറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവനെ ഇങ്ങ് പൊക്കുക. ഇപ്പം തൽക്കാലം നമ്മൾ കുറച്ച് ബേസിക് സാധനങ്ങൾ വാങ്ങിച്ചു. ഇനിയിപ്പം ബാക്കി സാധനം വേണേൽ നമുക്ക് പിന്നീട് വരാം. ഇന്നത്തെ നമ്മുടെ യാത്ര സദേൺ ഹോളണ്ടിലോട്ടാണ്. അവിടെയുള്ളൊരു ബ്യൂട്ടിഫുൾ ഐലൻഡ് ഉണ്ട്, കുറേ ഓവർ ഫ്ലാക്ക്. അപ്പോൾ ആ ഒരു ഐലൻഡിലേക്കാണ് നമ്മളിപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഐലൻഡാണ്. പ്ലസ് അവിടെ ഇപ്പം ടുലിപ്പ് സീസൺ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പെക്റ്റേഷനിലൂടെയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേന് ഏതാണ്ട് ഒരു വൈകുന്നേരമായി. കാലാവസ്ഥയൊക്കെ വളരെ മോശമായിരുന്നു. മഴച്ചാറ്റലുണ്ടായിരുന്നു, പിന്നെ അതുപോലെ ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഈ കാണുന്ന ഒരു ഗ്രൗണ്ടാണ് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു എൻറ്റയർ പ്ലോട്ട് നമുക്കായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓണർ നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്ക് എവിടെ വേണോ അവിടെ നിങ്ങൾക്ക് ടെൻറ്റ് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷമായി. കാര്യം നമ്മളിപ്പോൾ ഈ ടെൻറ്റ് ക്യാമ്പിംഗ് ചൂസ് ചെയ്തത് സ്പ്രിംഗ് ടൈമിലാണ്. അത് വളരെ റെയറാണ് ഈ ഒരു സീസണിൽ ആൾക്കാർ ടെൻറ്റ് ക്യാമ്പിംഗ് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്കുണ്ടായിരുന്നു. കാര്യം നമുക്ക് അത്രയും നല്ല പ്രൈവസി കിട്ടി. വേറെ ആൾക്കാരൊന്നും ആ ഒരു പ്ലോട്ടിൽ നമ്മൾ അവിടെ സ്റ്റേ
ചെയ്ത ടൈമിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്തത് നമുക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ടെൻറ്റ് ഇവിടെ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓൾറെഡി കുറച്ച് വെതറൊക്കെ എന്ന് വെച്ചാൽ മോശമായിക്കൊണ്ട് വരികയാണ്. ഒരുപാട് നമുക്കിങ്ങനെ വെളിയിൽ നിൽക്കാനും പറ്റുകയില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ടെൻറ്റ് സെറ്റ് ചെയ്തേച്ച് അകത്തോട്ട് കയറാനായിട്ട് നമുക്ക് ഉള്ള പുറപ്പാടാണ്. അപ്പം നമ്മൾ പോയി ടെൻറ്റ് സെറ്റ് ചെയ്യാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ 4 കോർണേഴ്സ് ക്ലാമ്പ് ചെയ്തു ഒരു 45 ഡിഗ്രിയിൽ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എയർ പമ്പ് ചെയ്യുക. ഇതിൻ്റെ സൈഡ്സിലും കോർണേഴ്സിലുമായിട്ട് ഒരുപാട് ത്രെഡ്സ് ഉണ്ട്. അതപ്പോൾ നമ്മൾ നന്നായിട്ട് വലിച്ചിട്ട് അത് ക്ലാമ്പ് ചെയ്യണം. എന്നാലേ നമുക്ക് അകത്ത് നല്ല സ്പേഷ്യസ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റിൻ്റെ ഉൾഭാഗം. ഇവിടെ ആക്ച്വലി നമുക്ക് ചെറിയൊരു ലിവിങ് സ്പേസ് പോലെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒരു സൈഡിൽ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയർ, ചെറിയ ടേബിളൊക്കെ സെറ്റ് ചെയ്യാം. ഒരു സൈഡിൽ നമുക്ക് കിച്ചൺ സെറ്റ് ചെയ്യാം ഇവിടെ. പിന്നെ നമുക്ക് ഉള്ളിലായിട്ട് കാണുന്നതാണ് നമ്മുടെ സ്ലീപ്പിംഗ് ക്യാബിൻ. അവിടെ നമുക്ക് എയർ മാട്രസ് ഇടണം, എന്നിട്ട് സെറ്റാക്കണം. ഇത് ആക്ച്വലി ഒരു 4 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ടെൻറ്റാണ്. ഇതിൻ്റെ ഒരു ടോട്ടൽ എന്ന് പറഞ്ഞാൽ ഒരു 25 മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ ഈ ടെൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 പേർക്ക് കിടക്കാം. പിന്നെ ഈ ഒരു വൈറ്റ് കളറിൽ കാണുന്ന ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ 6.5 മീറ്റർ സ്ക്വയറാണ്. ഇത് ടെൻറ്റിൽ നിന്നുമുള്ള നൈറ്റ് വ്യൂ ആണ്. നമ്മൾ ടെൻറ്റിലെ ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യാണ് ഒരു അടിപൊളി കോഫി ഉണ്ടാക്കിക്കൊണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിൻ്റെ എൻട്രൻസിന് അടുത്തുള്ള ഫീൽഡാണ്. ഇത് ടുലിപ്സ് ഫീൽഡാണ്. പക്ഷേ ഓൾറെഡി ഹാർവെസ്റ്റ് കഴിഞ്ഞതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ടുലിപ്സ് ഒന്നും കാണാൻ പറ്റാത്തത്. ഇന്ന് നല്ല ബ്രൈറ്റ് വാം വെതറാണ്. ഇപ്പോൾ ഇന്നലത്തെ കാലാവസ്ഥ ഒക്കെ കണ്ടപ്പോഴത്തേന് ഒരു ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോർണിംഗ് ആയപ്പോഴത്തേന് നല്ല വാം സണ്ണി വെതർ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ചെയറൊക്കെ പുറത്തെടുത്തിട്ടു. എന്നിട്ട് നമുക്കൊരു കോഫി ടൈം ഔട്ട്സൈഡ് ദി ടെൻറ്റ് നമുക്ക് എൻജോയ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഞാനെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള മൊമെൻറ്റ്സൊക്കെ നമ്മൾ എപ്പോഴും ചെറിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മൊമെൻറ്റ്സ് അല്ലേ. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഞാൻ ആ ടേബിൾ ഒന്ന് സെറ്റ് ചെയ്തു. ഇപ്പോൾ ഈ കാണുന്ന ആ ഒരു കോഫി മഗ്ഗൊക്കെ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നെതർലാൻഡ്സിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ്. അതും ടുലിപ്പ് സീസണിൻ്റെ ടൈമിൽ. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തു. കണ്ടു ആവി പറക്കുന്ന കോഫി, നമുക്ക് നേരെ സൺ,
നല്ല കുളിരും അതുപോലെ തന്നെ നല്ല വാമായിട്ടുള്ള ഒരു വെതർ എല്ലാം കൂടി നല്ല ഒരു അടിപൊളി മോർണിംഗ് ആയിരുന്നു. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild, never sleep, never stop. നമ്മുടെ ക്യാമ്പ് സൈറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ചെറിയൊരു വാലി ഉണ്ട്. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. നമ്മളിപ്പോൾ സ്പ്രിംഗ് ടൈമിൽ വന്നേക്കുന്നതുകൊണ്ട് തന്നെ എത്ര നേരം ഈ ഒരു വെതർ വാം ആൻഡ് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മൾ ഇപ്പം ടുലിപ്പ് ഫീൽഡ് നോക്കി പോവുകയാണ്. ഇപ്പം നല്ലൊരു വെതറാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് പിക്ചേഴ്സും വീഡിയോസും ഒക്കെ എടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ക്യാമ്പ് സൈറ്റിന് പുറത്തോട്ട് പോവുകയാണ്. നല്ല ഫീൽഡ് ഇവിടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാകും. ഇതിനടുത്തുള്ളത് നമ്മൾ കണ്ടതുപോലെ ഹാർവെസ്റ്റ് ചെയ്തതാണ്. ഹാർവെസ്റ്റ് ചെയ്യാത്ത നമ്മൾ വരുന്ന വഴിക്കൊക്കെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം നമ്മൾ അതുപോലെ നല്ല ടുലിപ്സ് ഒക്കെ ബ്ലോസം ആയിട്ട് നിൽക്കുന്ന ഫീൽഡ് നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത് ഇറങ്ങാൻ പറ്റുന്ന സൗകര്യമുള്ള ഏരിയാസ് കാണുകയാണെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം. അവിടെയാണ് ഗൈസ് നമ്മുടെ ടെന്റ്. ഇപ്പോൾ ഫീൽഡ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഹാർവെസ്റ്റിങ്ങും ഇൻ പാരലായിട്ട് നടക്കുന്നതുകൊണ്ട് കുറച്ച് ചളുമ്പൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം നമ്മൾ നടക്കുമ്പോഴും ഒക്കെ അത്ര കെയർഫുള്ളായിട്ട് വേണം നടക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ തെന്നി വീഴും അല്ലെങ്കിൽ നമ്മുടെ കാല് അത് പൊതഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല നീറ്റായിട്ട് അല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റുന്ന ഏരിയാസിൽ കൂടെ ഒക്കെയാണ് നടന്നത്. എന്നാലും അടിപൊളി. പക്ഷേ മജന്ത കളർ പോലെ. ഹായ് ഗൈസ്, സോ നമ്മൾ ക്യാമ്പിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ്. ഇന്നലെ നൈറ്റ് നമ്മളിവിടെ വന്ന സമയത്ത് ക്ലൈമറ്റ് ഒന്നും അത്ര ഫേവറബിൾ ആയിരുന്നില്ല. നല്ല കാറ്റും മഴയും ഒക്കെ ആയിരുന്നു. ഈവൻ ത്രൂ ഔട്ട് നൈറ്റും നല്ല മഴയായിരുന്നു. അപ്പം നമുക്ക് ഒട്ടും എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു ഇന്നത്തെ നമ്മുടെ ഡേ എത്ര നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ ക്ലൈമറ്റ് എല്ലാം അടിപൊളിയായി. എൻ്റെ അമ്മോ, ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചാലേ പറ്റുള്ളൂ. കണ്ടില്ലേ, നമ്മൾ ടുലിപ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് അടിക്കാൻ ഇറങ്ങിയതാ. 1-2 ഫീൽഡ് നമ്മൾ കണ്ടു, പക്ഷെ ഇവിടെ കണ്ടില്ല, ഒരു രക്ഷയില്ല, പല കളേഴ്സിലുണ്ട്. വാവ്, അടിപൊളി അടിപൊളി. ഇതെല്ലാം പല പല കളേഴ്സ് നമ്മൾ ഈ കാണുന്നതല്ല. ഇത് മിസ്സാക്കണ്ട, പക്ഷെ നമുക്ക് പിക്ചേഴ്സ് എടുക്കാം. പക്ഷെ ഇവിടെ എവിടെയല്ല, ഇവിടുന്ന് അതാണോ നമ്മൾ കണ്ടല്ലോ ഓൾറെഡി അവിടെ കാണുന്നത്. ആക്ച്വലി നമ്മൾ നല്ല ബ്ലെസ്ഡ് ആയിരുന്നു. കാര്യം അത്രയും പ്ലസന്റ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ്. സ്റ്റാർട്ടിങ് ഫ്രം ദ മോർണിംഗ് നമുക്ക് നല്ല പ്ലസന്റ് ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോഴും അടിപൊളി ക്ലൈമറ്റാ, നല്ല സണ്ണി വെതറാ. അപ്പോൾ ഇപ്പോഴത്തെ പ്ലാൻ എന്താ വെച്ചാൽ നമ്മൾ ടുലിപ്സിൻ്റെ അടുത്തിട്ട് പോയി കുറച്ച് പിക്ചേഴ്സ് ഒക്കെ എടുക്കാനായിട്ടാണ്. അപ്പം ഇനി ടുലിപ്സിൻ്റെ കുറച്ച് ഭംഗി നമുക്ക് ആസ്വദിക്കാം.
ഫീൽഡ്സിലൊക്കെ ഇറങ്ങി. ആക്ച്വലി ഇപ്പം ഏതാണ്ട് ടുലിപ്സിന്റെ ഒരു ഹാർവെസ്റ്റിംഗ് ടൈമാണ്. അപ്പൊ അതുകൊണ്ട് പല ഫീൽഡ്സിലും നമുക്ക് ഓൾറെഡി എം ടി ആയിട്ടാണ് കാണുന്നത്. എന്നാലും അറ്റ്ലീസ്റ്റ് നമുക്ക് ഇത് ഇത്രയും കാണാൻ പറ്റിയില്ല, അത് തന്നെ വലിയ കാര്യം. സോ നമ്മൾ കുറേ വീഡിയോസും പിക്ചേഴ്സും ഒക്കെ എടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇപ്പൊ നമ്മള് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലോട്ട് പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുക. ആക്ച്വലി ഇന്നലെ നമ്മൾ വന്ന സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയ ഒരു സമയമായിരുന്നില്ല. വെതർ നല്ല മോശമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത്. യൂറോപ്പിൽ നമ്മളൊരു ക്യാമ്പ് സൈറ്റിൽ പോവുകയാണെങ്കിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് ഫെസിലിറ്റീസൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കണ്ടതുപോലെ തന്നെ ഈ കുട്ടികൾക്കായിട്ടുള്ള പ്ലേ ഗ്രൗണ്ട്സും കാര്യങ്ങളും ഉറപ്പായിട്ടും എല്ലാ ക്യാമ്പ് സൈറ്റ്സിലും ഉണ്ടായിരിക്കും. പിന്നെ ഇവിടെ വാഷ്റൂംസ് ആണ്. വാഷ്റൂംസൊക്കെ എന്ന് വെച്ചാൽ നല്ല ക്ലീനായിട്ട് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ്. എല്ലാം നല്ല പക്കയായിട്ടാണ് ഇവിടെ ഇവർ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോഴത്തേന് കണ്ടോ, ഇവിടെ പുറത്തായിട്ട് തന്നെ വാഷ് ബേസിൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴത്തേന് നോക്കാം ഇവിടെ എന്താണെന്ന് നോക്കാം. കണ്ടോ, ലോണ്ട്രി റൂമാണ്. നമുക്ക് എന്തെങ്കിലും ഡ്രസ്സസൊക്കെ വാഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈവൻ ക്യാമ്പ് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ഡ്രസ്സൊന്നും എടുത്തിട്ട് വരണ്ട, വേണേൽ നമുക്ക് വാഷ് ചെയ്തിട്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ ലോങ് സ്റ്റേ ഒക്കെ ആണെങ്കിൽ. ഓക്കെ, ഇതാണ് നമ്മുടെ വെസൽ ക്ലീനിങ് ഏരിയാസാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന വെസൽസൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് കഴുകാൻ പറ്റും. കണ്ടോ, ഇവിടെയും കണ്ടില്ല, എല്ലാം നല്ല നീറ്റാക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് കിടക്കുകയാണ് ഏരിയാസ് എല്ലാം. ഇനിയിപ്പോൾ നമുക്ക് ഷവർ റൂം കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് ഷവർ റൂം ലേഡീസിനും ജെൻസിനും. ഇത് ഷവർ റൂമാണ്. ഇവിടെ നമ്മൾ കോയിൻ ഇട്ടിട്ടാണ് നമുക്ക് ഷവർ ചെയ്യാൻ പറ്റുന്നത്. ദാ ഇവിടെയായിട്ടാണ് നമ്മൾ കോയിൻ ഇടുന്നത്. 50 cents ആണ് ഇടുന്നത്. അപ്പം ഏതാണ്ട് ഒരു 6 minutes നമുക്ക് ഷവർ ചെയ്യാൻ പറ്റും. വേസ്റ്റ് ബിൻസും ഇതിനടുത്തായിട്ട് അവർ പ്രോപ്പർലി ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു വേസ്റ്റും നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സൈറ്റിൽ ഇടാൻ പാടില്ല. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളുടെ ഈ ക്യാമ്പിംഗ് സൈറ്റിലെ ഏതാണ്ട് ഒരു സെക്കൻഡ് ലാസ്റ്റ് ഡേ ആണ്. കാര്യം നാളെ രാവിലെ 11 മണിയാകുമ്പോഴത്തേനും നമ്മൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ നാളെ എന്തായാലും തിരക്കായിരിക്കും. കാര്യം നമ്മൾ ടെൻ്റെല്ലാം അഴിക്കണം, പിന്നെ സാധനങ്ങളെല്ലാം നമ്മൾ വണ്ടിയിൽ കയറ്റണം. അപ്പോൾ എന്തായാലും മോർണിംഗ് തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഏതാണ്ട് ഇപ്പം ഉള്ള കുറച്ച് സമയം നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് നടന്ന് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ഏരിയാസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം ഇത് അത്രയും വൈഡായിട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഒരുപാട് കാരവൻസ്, മോട്ടോർ ഹോംസ് അങ്ങനെയൊക്കെ നമ്മൾ ആ സൈഡിലായിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് അങ്ങോട്ടൊന്നും നമ്മൾ ഇതുവരെ പോയില്ല. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടൂടെ പോയിട്ട് ബാക്കി എന്തൊക്കെയാണെന്നുള്ളതെന്ന് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ കുറച്ച് വിഷമമുണ്ട്. കാര്യം നമ്മളിവിടെ 2 nights ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത്രയും വൈഡായിട്ടുള്ള ഒരു പ്ലേസ്, നമ്മുടെ ഒരു കൊച്ചു ടെൻറ്റ്. കാര്യം വേറെ ആരും നമ്മളെ ബോദർ ചെയ്യാനില്ലായിരുന്നു. നമ്മുടെ ഇതുവരെ നമ്മൾ പുറത്ത് പോയി
ഫ്രീഡം ഉണ്ടായിരുന്നു. പുള്ളിയും നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. നമ്മളോട് പറഞ്ഞു എവിടെ വേണേലും നിങ്ങൾ ടെന്റ് അടിച്ചോ, എത്ര വേണേലും യൂസ് ചെയ്തോ. അത്രയും നമുക്കൊരു ഫസ്റ്റ് ടൈം നമ്മുടെ ടെന്റ് ക്യാമ്പിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിഗിനേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലേസിനോട് ഒരു പേഴ്സണൽ ഒരു അറ്റാച്ച്മെന്റ് ആണ്. കാര്യം ഫസ്റ്റ് ടൈം നമ്മൾ ടെന്റ് ക്യാമ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. അതുപോലെ നമുക്ക് നല്ല വാം വെൽക്കമിംഗ് ആയിരുന്നു ഈ സ്ഥലത്ത്. അതുപോലെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റി. പക്ഷേ 2 nights ആയിപ്പോയി, അതിൻ്റെ ഒരു വിഷമേ ഉള്ളൂ. അപ്പം ബാക്കിയുള്ള സമയം നമ്മൾ ജസ്റ്റ് ഓടിച്ച് ഒന്ന് നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാണാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണാം. ഇന്ന് നല്ല ക്ലൈമറ്റ് അല്ലേ, ഡേ ടൈം നോക്കി പക്കയാ. പക്ഷെ ക്ലൗഡ് പക്ഷേ ഇച്ചിരി ഇരുണ്ടുണ്ടല്ലേ, പിന്നെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് നമ്മൾ ഇവിടം വിടുകയാണ്. അങ്ങനെ നമ്മുടെ ടെൻറ്റ് പാക്കപ്പ് ചെയ്യാനുള്ള ദിവസം എത്തി. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ അടുത്ത അങ്കത്തട്ടിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഇവിടെയാണ് നമ്മൾ ടെൻറ്റ് ഇട്ടത്. അപ്പോൾ നമ്മൾ ടെൻറ്റ് ഡിസ്മാൻറ്റിൽ ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ മേക്ക് ഷുവർ ചെയ്യണം. കാര്യം നമ്മളിവിടെ ഒരു ഡാമേജും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ലെന്ന്. കാര്യം ഇവർ ഭയങ്കര നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ഗ്രൗണ്ടാണ്. അപ്പോൾ മാക്സിമം നമ്മൾ എക്കോ ഫ്രണ്ട്ലി അല്ലാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ വേസ്റ്റ് എന്തെങ്കിലും ഇടുവോ അങ്ങനൊന്നും ചെയ്യാതെ നമ്മൾ ക്യാമ്പ് ചെയ്ത ആ ഏരിയ പ്രോപ്പറാണ്, നീറ്റാണെന്ന് മേക്ക് ഷുവർ ചെയ്തിട്ട് വേണം നമ്മളിവിടുന്ന് ലീവ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നമ്മുടെ യാത്ര തുടരാം. ഇനി നെക്സ്റ്റ് ക്യാമ്പിംഗ് സൈറ്റിൽ നമുക്ക് നോക്കാം അവിടെ എങ്ങനെയാണെന്നൊക്കെ. ഇനി ഇന്ന് തന്നെ നമ്മൾ അവിടെയും നമ്മുടെ ടെൻറ്റ് പിന്നെയും സെറ്റ് ചെയ്യണം. കുറച്ച് ടയറിങ് ആണ്, പക്ഷേ നമ്മളത് വെർത്തായിരിക്കും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. സോ ആക്ച്വലി ഗൈസ്, നമ്മളിവിടെ ചാർജിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർജിങ് സ്റ്റേഷനിൽ വന്ന നെതർലാൻഡ്സിൽ. അപ്പം സാധാരണ നമ്മൾ ചാർജിങ് ചെയ്യുമ്പോൾ ആരും സന്തോഷമായിട്ട് ചെയ്യാറില്ല, കാര്യം നമ്മൾ പൈസ കൊടുത്താണല്ലോ ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ടൈം ഒരു ചാർജിങ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സന്തോഷമായിട്ട് ചെയ്തു. കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു 30% സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ പെർ kWh അവർ ചാർജ് എടുത്തിരിക്കുന്നത് 23 cents. അങ്ങനെ നമ്മൾ 100% ഫുൾ ചാർജ് ഇവിടുന്ന് ചെയ്തു. അപ്പം നമുക്ക് ആയത് €11.96. ഇത്ര മാത്രം ആയത്. അപ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം നമ്മൾ ടെസ്ല എടുത്തിട്ട് ഇങ്ങനെയെന്ന് വെച്ചാൽ വളരെ റെയർ ആയിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുന്നത്. ഒന്നെങ്കിൽ ചിലപ്പം അതായത് സമ്മർ സീസണിലൊക്കെ സാധാരണ റേറ്റ് കുറച്ച് കുറവാകാറുണ്ട്.
പിന്നെ ചില സ്റ്റേഷൻസിൽ ചാർജിങ് സ്റ്റേഷൻസിൽ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവ് കിട്ടാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഈവൻ 18 സെൻസിൽ നമ്മൾ ചാർജ് ചെയ്ത ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്തായാലും 23 സെൻസ് അതെന്തായാലും നമ്മുടെ ട്രിപ്പിനും നല്ലതാണ്. നമുക്ക് ഫുൾ ചാർജ് ഇവിടുന്ന് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര പിന്നെയും തുടങ്ങുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിലോട്ട്. ഈസിലെ ക്യാമ്പിങ്ങിൽ നമ്മൾ ഫേസ് ചെയ്ത 2 ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നൈറ്റ് ടൈമിൽ നമ്മൾ വിചാരിച്ചാലും തണുപ്പ് കുറച്ച് കൂടുതലായിരുന്നു. അപ്പോൾ നമ്മൾ സ്ലീപ്പിംഗ് ബാഗ്സ് ഒന്നും അങ്ങനെ എടുത്തില്ല. നമ്മൾ അല്ലാതെ അത്യാവശ്യം കുറച്ച് ബ്ലാങ്കറ്റ്സും മറ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും മിഡിൽ ഓഫ് ദ നൈറ്റ് നമ്മൾ കുറച്ച് തണുപ്പ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഇനിയും നമ്മൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഡെക്കാത്ലോൺ പോലെയുള്ള ഷോപ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കയറിയിട്ട് നമ്മൾ സ്ലീപ്പിംഗ് ബാഗ്സ് ഒന്ന് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ രണ്ടാമത്തെ കാര്യം ഇലക്ട്രിസിറ്റി. അതായത് ഈ ക്യാമ്പിംഗ് സ്പോട്ടിൽ നമുക്ക് ഇലക്ട്രിസിറ്റി എടുക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം ഞങ്ങൾ അഡാപ്റ്റർ പ്ലഗ് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു എക്സ്റ്റൻഷൻ പവർ കോഡ് അത് 2 പിന്നിൻ്റെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് അത് ഞങ്ങൾക്ക് നേരത്തെ അത്ര അറിയത്തില്ലായിരുന്നു. കാര്യം ഫസ്റ്റ് ടൈം അല്ലേ നമ്മൾ ക്യാമ്പിംഗ് ചെയ്യുന്നത്, ടെന്റ് ക്യാമ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ അതില്ലാത്തത് കൊണ്ട് 2 ഡേയ്സ് നമ്മൾ ടെസ്ലയിൽ നിന്നുള്ള ഇലക്ട്രിസിറ്റി എടുത്തിട്ടാണ് നമ്മുടെ മൊബൈൽസും മറ്റും ചാർജ് ചെയ്തത്. അപ്പം അത് മസ്റ്റായിട്ട് വേണം. പിന്നെ 2 സ്ലീപ്പിംഗ് ബാഗ്സ് ഇൻ കേസ് നമ്മൾ പോകുന്ന വഴി ഏതെങ്കിലും ഷോപ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ടൊന്ന് നോക്കണം, കിട്ടുവാണെങ്കിൽ വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിയറസ്റ്റ് ഏതെങ്കിലും ഷോപ്പ് ഉണ്ടെങ്കിൽ കയറി നോക്കാം, കിട്ടിയാൽ വാങ്ങിക്കാം. ഇനി നമ്മൾ രണ്ടാമത്തെ ക്യാമ്പിംഗ് സൈറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന വീഡിയോസിൽ അതിൻ്റെ വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പം ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. Two hearts running wild. We're gonna be